ഹായ്, അന്ന ഗ്രീനസ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഞാൻ കുറെ നാളായി ഞാനൊരു വീഡിയോ ആയിട്ട്, ഞാൻ അന്ന ഗ്രീനയുടെ ഫാദറാണ്, നിങ്ങൾക്ക് അറിയാം. ഞാൻ നേരത്തെ വീഡിയോസ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ്. കുറെ പശുക്കളുടെയും അങ്ങനെ കാർഷിക സംബന്ധമായ കുറച്ച് വീഡിയോസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ പിന്നെ ഇടയ്ക്ക് ഇപ്പൊ അവരുടെ ആൾക്കാരുടെ ഡാൻസും പിന്നെ അമ്മയുടെ എഡ്യൂക്കേഷണൽ സീരീസും ഒക്കെ ആയിട്ട് കുറെ ആയി ഞാൻ ഇതിനകത്ത് വന്നിട്ട്. അപ്പൊ ഞാൻ ഇന്ന് വരാൻ കാരണം ഇന്ന് നമ്മുടെ കാർഷിക മേഖലയായിട്ട് തന്നെ ബന്ധപ്പെട്ട ഒരു വീഡിയോ ഒരെണ്ണം ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. എന്നു വെച്ചാൽ ഇന്നിപ്പോ അതൊരു മെയിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഭാഗക്കാര്, അതായത് നമ്മുടെ തൊഴിലുറപ്പുകാരെന്ന് പറഞ്ഞേ. അപ്പൊ അത് നമ്മള് ഏറ്റവും ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രോളുകൾ അവരുടെ മേൽ വന്നുകൊണ്ടിരിക്കണതാണ്. ഇപ്പൊ എല്ലാവർക്കും അറിയാം, ഏറ്റവും കളിയാക്കലുകളും അങ്ങനെ ഒരു അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗക്കാരാണ് അവര്. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള അവർക്ക് ആ ചെയ്യുന്നതിന്റെ ആ ഒരു മഹത്വം മനസ്സിലാക്കുന്നത് എത്ര ആൾക്കാരുണ്ടെന്നുള്ളത് നമുക്കറിയത്തില്ല. ശരിക്കും ചില ആൾക്കാർക്ക് അവർ ചെയ്യുന്നത് എന്താണെന്നുള്ള അറിയത്തില്ല. അപ്പൊ അവര് നമ്മൾ നോക്കുമ്പം 10-30 ആൾക്കാർ ഒരു 10-20 സെന്റിലോ അല്ലെങ്കിൽ 30 സെന്റിലോ നിൽക്കുന്നു. അപ്പൊ അവരുടെ ആ പണികള് അതൊക്കെ കാണുമ്പോഴത്തേനാണ് ആൾക്കാർ ഈ പറയുന്നത്. പക്ഷെ നമ്മൾ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഇപ്പോഴത്തെ ആ ഒരു പ്രായവും അവരുടെ ആ ഒരു ആരോഗ്യാവസ്ഥയിലും അവരിപ്പോ ചെയ്യുന്ന ആ ഒരു പണികൾ അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനും ആ പണികൾ നിങ്ങളെ ഒന്ന് കാണിക്കുവാനും അപ്പൊ അവർക്ക് നിങ്ങളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ അധികാരികളോട് അവർക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അവർക്ക് വേണ്ട സൗകര്യങ്ങളെ കുറിച്ച് അവരുടെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് കേൾക്കുവാനുള്ള ഒരു അവസരമാണ് ഇപ്പൊ ഞാനത് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാനിതിപ്പോ എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പൊ കൃഷി സ്ഥലങ്ങൾ ഇവർക്ക് തെളിയിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഇപ്പൊ മണ്ണ് ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ വെള്ളത്തിന്റെ ക്ഷാമം തീർക്കാൻ വേണ്ടി നമുക്ക് ഇത് മഴ വെള്ള സംഭരണി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പറമ്പുകളിലൂടെ ഇപ്പൊ ഈ കുഴി കുത്തി, അതിൽ ഇത്ര നീളവും വീതിയും അടിയിലുള്ള കുഴികൾ കുത്തി അതിനകത്ത് മഴ പെയ്യുമ്പോൾ വെള്ളം ഇറങ്ങി അപ്പൊ നമുക്ക് വേനൽക്കാലത്തേക്ക് വെള്ളത്തിന്റെ ക്ഷാമം ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് ആ ഒരു പണികളാണ് അവരിപ്പം പ്രധാനമായിട്ട് കൃഷിഭൂമികളിലൂടെ ചെയ്യുന്നത്. അതിന്റെ കൂട്ടത്തിൽ അവർ ആ പറമ്പ് എല്ലാം തെളിച്ച് നല്ല നമ്മളെല്ലാം അവിടെ മിറ്റം പോലെ ആക്കും. അപ്പൊ അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അവരാ പണി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഒരു കുഴിയായിരിക്കും കുത്തണത്, അല്ലെങ്കിൽ 2 കുഴിയായിരിക്കും, 3 കുഴിയായിരിക്കും കുത്തണത്. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഒരു ആൾക്കാര് ഇപ്പൊ ചെറുപ്പക്കാർ വന്ന് കൂലിപ്പണിക്ക് ചെയ്യുന്ന പണി അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ലായിരിക്കും. പക്ഷെ അവർ ഈ പ്രായത്തിലും അവരുടെ ആരോഗ്യാവസ്ഥയിലും അവർ ചെയ്യുന്ന ആ ഒരു പണി, ഇപ്പൊ ആ ഒരു കുഴിയാണെങ്കിൽ തന്നെ ആ കുഴി നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം. അതുപോലെ ഒരു കുഴി കുത്താൻ നമ്മളെ കൊണ്ട് എത്ര പേര് ഇപ്പൊ ചെറുപ്പക്കാർ ആരോഗ്യസ്ഥിതിയിലുള്ളവർ, ഇപ്പൊ നമ്മളൊരു മുറ്റത്ത് ഒരു പൂച്ചെടി കുഴിച്ചു വെക്കാൻ പറ്റുന്ന എത്ര ആൾക്കാർ കാണും. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഈ പ്രായത്തിൽ ഇപ്പൊ ഞാൻ അവരെ കാണിച്ചു തരാം. അവരുടെ ആ പ്രായത്തിലും അതിലുള്ള ആൾക്കാർ ആ ഒരു കുഴി കുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കിണർ കുത്തണതിന് സമമാണ് സാധാരണക്കാര്. അപ്പൊ അതൊന്ന് നിങ്ങളെ അവരുടെ ആ ഒരു അധ്വാനം, ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ അവർക്ക് ഏതാണ്ട് അവരുടെ ചുരുങ്ങിയ ഏതാണ്ട് തൊഴില് ദിവസങ്ങളാണ് ഒരു വർഷത്തിൽ അവർക്ക് കിട്ടുന്നത്. അപ്പം ആ ഒരു ദിവസങ്ങൾ കൊണ്ടും അവർക്ക് ഈ കിട്ടുന്ന വേതനവും അതുകൊണ്ടാണ് അവർ ഒരു വർഷം, അതായത് അവരിപ്പോ ഈ പ്രായത്തിലും ചെറുപ്പകാലത്ത് ഇവര് കൂടിയ പണികൾ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പക്ഷെ അവരിപ്പോ അവർക്ക് പറ്റുന്ന ഒരു പണി അതാണ് ഇപ്പൊ തൊഴിലുറപ്പ് എന്ന് പറഞ്ഞാൽ നമ്മള് അവര് തൊഴിൽ ഉഴപ്പാന്ന് പറഞ്ഞാണ്ട് ആ ചെയ്യുന്ന ആ ഒരു കളിയാക്കലുകൾ അവർ ഒത്തിരി നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയാണ്. അപ്പൊ നമുക്ക് നോക്കാം, നമുക്ക് അവരുടെ പണിസ്ഥലത്തോട്ട് നമുക്ക് പോവാം. അപ്പൊ നമുക്ക് കാണാം ബാക്കി അവരുടെ പണികളും പണിസ്ഥലവും. അപ്പൊ നമ്മളിത് ഇവിടെ തോട്ടത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ചേച്ചി, അടുത്തുള്ള ചേച്ചിയോട് നമുക്ക് ചോദിക്കാം അതിന്റെ കാര്യങ്ങളും. ചേച്ചി, പണികള് എങ്ങനെയുണ്ട്? ഭാരപ്പെട്ട പണിയാണ്. ഞങ്ങളെ പെരിയപ്പുറത്തുനിന്ന് ഇവിടെ വന്ന് നടന്നു വന്ന് വേണം ഫോട്ടോ എടുക്കുന്നത്. പെരിയപ്പുറത്തോട്ട് അല്ല, ചേച്ചിയുടെ വീട് പെരിയപ്പുറത്താണോ? അതെ. പെരിയപ്പുറം എന്ന് പറയുമ്പോ നമുക്കിപ്പോ ഇവിടുന്ന് 4 കിലോമീറ്റർ ഇല്ലേ? അപ്പൊ അന്നേരം അവിടെ നിന്ന് വന്ന് ഈ ഫോട്ടോ എടുക്കണത് നമുക്ക് ഇവിടെ ബുദ്ധിമുട്ടാ ഞങ്ങൾക്ക്. അല്ല, അന്നേരം അത് ഇവിടെ വെച്ചല്ലേ, പണിസ്ഥലത്തല്ലേ? അല്ല, എന്നിട്ട് പെരിയപ്പുറത്ത് പണിയാ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ കഴിഞ്ഞ പണിക്ക് അവിടെ എടുത്ത ആ സ്ഥലത്ത് വെച്ചാണോ ഫോട്ടോ എടുക്കുന്നത്? എല്ലാ ദിവസവും എടുക്കണേ? അതെ. അപ്പൊ അവിടെ തന്നെ വന്നോ നമ്മൾ എല്ലാ ദിവസവും? അപ്പൊ നിങ്ങൾക്ക് പെരിയപ്പുറത്താ പണി, അവിടുന്ന് 3 കിലോമീറ്റർ അപ്പുറത്താ പണിയെങ്കിൽ ഇവിടെ വന്ന് ഫോട്ടോ എടുത്തിട്ട് പോകണം. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ ഇത് കണ്ടില്ല, നമ്മളിപ്പോ ആ ചേച്ചിക്ക് എത്ര വയസ്സുണ്ട്? 65 വയസ്സ്. 65 വയസ്സൊക്കെ ഇതിലെ ചെറുപ്പക്കാരി കേട്ടോ. ഇതിനകത്ത് 10, 75, 80 വയസ്സ് വരെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇത് ഈ കുഴി കുത്തണുണ്ടോ? ഈ കുഴി എങ്ങനെയാ, ഇതിന്റെ അളവ് എങ്ങനെയാ നിങ്ങൾക്ക് വേണ്ടത്? 60 സെന്റിമീറ്ററിലെ ആഴം, നമുക്ക് 40 സെന്റിമീറ്റർ 3 കുഴി കുത്തണം ഞങ്ങൾക്ക്. ഇതിപ്പോ ഏകദേശം ഒരു 3 അടി ഏകദേശം ഉണ്ടെന്ന് തോന്നുന്നു വീതി. 4 അടിയോളം വീതിയും ഇതുള്ള ഇത്ര ഒരു കുഴി ഇപ്പൊ അവര് 3 കുഴി ഒരാൾ കുത്തണോ? ഓഹോ. അപ്പൊ ഇപ്പൊ നമുക്ക് എന്നാ വെച്ചാൽ ഞാനിപ്പോ എടുക്കാൻ കാരണം നിങ്ങൾ ഇത് വന്നപ്പം ഇപ്പൊ തൊഴിലുറപ്പ് എന്ന് പറഞ്ഞാൽ തൊഴിൽ ഉഴപ്പെന്നും പറഞ്ഞുകൊണ്ടാണല്ലോ. പക്ഷെ ഇപ്പൊ ഞാൻ നിങ്ങൾ ചെയ്യണ കണ്ടപ്പോ എനിക്ക് സത്യം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അപ്പൊ അത് കാരണം ഞാനിപ്പോ അതൊന്ന് കാണിക്കാനായിട്ട്. ഇപ്പൊ ആൾക്കാർക്ക് അറിയത്തില്ല. ഈ 3 കുഴിയല്ല, ഇപ്പൊ ഈ 1 കുഴിയാണെങ്കിൽ പോലും
ഈ ചേച്ചിയുടെ ആ പ്രായത്തിൽ ഒരു കുഴി കുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവരാരും ചുമ്മാ വന്ന് നമ്മുടെ അടുത്തൊരു പൈസ ചോദിക്കല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് അതെങ്ങനെയാ ഒരു ദിവസം എത്ര രൂപയാ? എത്രയും ബിന്ദു നമ്മുടെ കൂലി 44,340. അതിപ്പോഴല്ലേ ഇപ്പൊ ഇത്ര ആയത്. ഇപ്പൊ ഇതിനു മുമ്പൊന്നും അവർക്ക് 200, 150 തുടങ്ങി. ഇപ്പാണ് ഈ അടുത്തിടയ്ക്കാണ് ഇത്ര ഈ ഒരു പൈസ വന്നേക്കണേ. അപ്പൊ അന്നേരം നിങ്ങൾക്ക് വർഷത്തില് 365 ദിവസം പണിയുണ്ടോ? ഇല്ല, 100 പണിയല്ലേ ഉള്ളൂ. ഓ, 100 പണിയുള്ളോ നിങ്ങൾക്ക്? ഓ, അപ്പൊ 100 പണിയുള്ളെങ്കിൽ അപ്പൊ 100 പണി എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾക്ക് 3 മാസത്തെ, ഒരു വർഷത്തിലൊരു 3 മാസം ചില്ലാനും പണിയുള്ളൂ ആകെ ഒരു വർഷത്തില്. അപ്പൊ ഈ തൊഴിലുറപ്പ് നമ്മൾ പറയണോ അവരിപ്പം ഇത് ഇങ്ങനെ വന്നു തൊഴിൽ ഉഴപ്പണു കാര്യങ്ങൾ പറഞ്ഞിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ പണിയുടെ ഇപ്പം കാര്യങ്ങൾ എല്ലാവർക്കും അറിയത്തില്ല. ഇപ്പൊ ആൾക്കാർ കാണുന്നത് ഇപ്പൊ ഈ ട്രോളും കാര്യങ്ങളും കാണുമ്പം അവരോർക്കണം ഇപ്പൊ ഈ 365 ദിവസവും ഇവർക്ക് 300 രൂപ വെച്ച് അല്ലെങ്കിൽ 350 രൂപ വെച്ചുള്ള ആ പണിക്ക് കിട്ടുകയെന്ന്. പക്ഷെ അവർക്കിപ്പോൾ ഈ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആകെ 100 ദിവസത്തെ പണിയാണ്. 100 ദിവസത്തെ പണിയിൽ ഇപ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 3 മാസത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു 25,000-30,000 രൂപ മാക്സിമം ഒരു വർഷത്തേന് ഒരാൾക്ക് കിട്ടുന്നത്. ഇപ്പോൾ അവരെല്ലാം ഇപ്പോൾ അവരുടെ നല്ല പ്രായത്തിൽ ഇതിലും കട്ടിയുള്ള പണി അവരെല്ലാം ഓരോ വീടുകളിൽ നിന്ന് എല്ലാ പണികളും ചെയ്തുകൊണ്ട് പറമ്പിലും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ അവരത് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം ഇന്ന് നമ്മൾ ചെറുപ്പക്കാർ പോലും വീട്ടിൽ ഒരു ഇപ്പം എന്നുള്ള ആരോഗ്യമുള്ളവർ പോലും മുറ്റത്തോടെ ഇറങ്ങി ഒരു പൂച്ചെടി കുഴിച്ച് വയ്ക്കാൻ പറ്റണ എത്ര പേര് ആൾക്കാർ കാണും. അപ്പോൾ ആ പ്രായത്തിൽ ഇപ്പോൾ ആ ചേച്ചിയൊക്കെ ഇപ്പം ഇത്രയും കുഴി അത് വേരും. ഇപ്പം ഇതിപ്പം നമ്മുടെ ഇപ്പം ഈ ജലം മഴവെള്ളം കെട്ടി ഇതിനകത്ത് താഴാൻ വേണ്ടിയുള്ള രീതിയിലാണ് ആ കുത്തുന്നത്. ഇപ്പം ആ കുഴി കുത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പം ശരിക്കും ആരോഗ്യമുള്ള ഒരാൾക്ക് പോലും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കുഴിയാണ്. അപ്പോൾ ബാക്കിയുള്ള ഒരു സമയം അതുപോലെ തന്നെ അവർ ഇച്ചിരി താമസിച്ച് വരും, അല്ലെങ്കിൽ നേരത്തെ പോകുന്ന ആൾക്കാർ പറഞ്ഞാൽ 4-5 കിലോമീറ്റർ അകലെ നിന്നാണ് ഇവർ വരുന്നത്. ഈ 4-5 കിലോമീറ്റർ എന്ന് വന്നത് ഇപ്പം നമ്മൾ ചെറുപ്പക്കാരിപ്പോൾ ഇന്നത്തെ എല്ലാവരും പണിക്ക് പോകണേ അവർക്ക് മോട്ടോർ സൈക്കിളും കാര്യങ്ങളും ഉണ്ട്. ഇവർക്കിപ്പോൾ മക്കളുടെ മക്കളും ഉണ്ടെന്ന് പറഞ്ഞാൽ അവരാരും ഇതിനു വേണ്ടി ഇവരെ കൊണ്ടുവിടാനോ കാര്യങ്ങൾക്ക് അവർക്ക് നേരം കിട്ടണമെന്നില്ല. അവരവരുടെ പണിക്ക് രാവിലെ പോകും. അപ്പോൾ ഇവർ നടന്നെത്തുമ്പം തന്നെ ഒരു 9 മണി 9:30 ആവും. അതാണ് ഇതിനകത്ത് ഈ സമയം വരുന്നത്. പിന്നെ ഇപ്പം അവർ അത് കഴിഞ്ഞ് തിരിച്ചു അവർക്ക് നടന്ന് അവിടെ വരെ ചെല്ലാൻ ഇപ്പം കണ്ടില്ല. ഇപ്പം കുറേ നിയമങ്ങളുണ്ടെന്ന് പറഞ്ഞു, എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. ഇപ്പം അവര് ഇപ്പം പറഞ്ഞു ഈ ഫോട്ടോ നേരത്തെ ഒക്കെ ഈ കഴിഞ്ഞ നമുക്ക് ഇല്ല നമുക്ക് നേരെ 3 വർഷം കൂടുമ്പോഴാണ് നമുക്കിപ്പോൾ ഈ ഇങ്ങനെ ഈ കൃഷിയിടത്തിക്കടെയുള്ള പണികൾ വരുന്നത്. അപ്പം ഒരു 3 വർഷം മുമ്പ് വരുമ്പോൾ നമുക്ക് അന്ന് ഈ ഇങ്ങനത്തെ പരിപാടി ഇല്ലായിരുന്നു അല്ലേ ചേച്ചി? അപ്പം ഇപ്പത്തെ ആണ് ഇപ്പം ഇവർ പറഞ്ഞത്. അത് എനിക്കൊന്നും കണ്ടിട്ട് ഒരു ബുദ്ധിമുട്ട് തോന്നി. എന്നാ വെച്ചാൽ ഇപ്പം നമ്മുടെയും പറമ്പുകൾ ഇപ്പം പല സ്ഥലത്തോട്ടുള്ളതായിരിക്കും. ഇവർ ഈ പടുതായും കാര്യങ്ങളൊക്കെ വെച്ച് കെട്ടി ഈ മഴയും കാര്യങ്ങളും വരുമ്പോൾ നനയാതെ അവരുടെ സാധനങ്ങളും ഒക്കെ ആയിട്ട് ഇരുന്നിടത്തുനിന്ന് ഈ വെച്ച് കെട്ടി പിറക്കി പോകുക എന്ന് പറഞ്ഞ ഒരു നല്ല പണിയാണ്. അപ്പോൾ ഈ ഫോട്ടോയ്ക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം ഞാനും കണ്ടു. ചിലരൊക്കെ ഇപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ചാൽ ഇപ്പം അവർക്ക് നിവൃത്തിയില്ല. ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നെ ഇവർ അടുത്ത പണിസ്ഥലത്തോട്ട് ചെല്ലാൻ വേണ്ടി ഫോട്ടോ എടുത്തിട്ട് വീണ്ടും പണിസ്ഥലത്തോട്ട് ചെല്ലാൻ വേണ്ടി തന്നെ ഓട്ടോ കാശ് പകുതി പൈസ അവരുടെ പണിക്കാശ് ഇതിനു വേണ്ടി പോവുക. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളൊന്നും ആൾക്കാർക്ക് അറിയത്തില്ല. ഇപ്പം പൊതുജനം ഇപ്പൊ പറയും ആ തൊഴിലുറപ്പുകാർ അവിടെ ചെന്ന് അവരിരുന്നു ഒരു പറമ്പ് നിറച്ച ആൾക്കാരെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. പക്ഷെ ആരും ഞാനൊരു നന്നായിട്ട് അവർക്കൊരു സപ്പോർട്ടായിട്ട് ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അത് കാരണമാണ് ഞാനിങ്ങനെ ഒരെണ്ണം ജസ്റ്റ് ചെയ്യാന്ന് തോന്നിയത്. ഇപ്പൊ അധികാരികളാണേലും ഇപ്പൊ എന്നാണേലും ഇങ്ങനെ ഒരു ഗവൺമെന്റ് അത് തുടങ്ങി വെച്ചതൊരു നല്ല കാര്യമാണ്. ഇപ്പൊ എന്നാ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സ്വന്തം അധ്വാനം കൊണ്ട് ഒരു കുറച്ച് പൈസ കൈ കിട്ടി അത് ചെലവാക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം തന്നെ. അല്ലാതെ ഇപ്പം നമ്മൾ മക്കളുടെ അടുത്ത് കൈ നീട്ടി മേടിച്ച് അത് കൊടുക്കാൻ ആൾക്കാർ കാണിയല്ലോ. 1 പ്രാവശ്യം കൊടുക്കും, 2 പ്രാവശ്യം കൊടുക്കും. അവനവന് 10 പൈസ പണിയെടുത്തുണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ഒരു സന്തോഷം. അത് നമ്മൾ ആരാണേലും അങ്ങനെയാണല്ലോ. അപ്പോൾ അവർക്ക് പറ്റുന്ന പണി ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ തൊഴിലുറപ്പെന്ന് പറഞ്ഞ ഒരു സംഭവം. അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ ദയവായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ അവരെ നിങ്ങൾ ഒത്തിരി ഒന്നും സഹായിച്ചില്ലെങ്കിലും അവരെ വെറുതെ അവഹേളിക്കാതിരിക്കുക ഇങ്ങനെ സമൂഹത്തിൽ. അപ്പോൾ അവർ പറ്റുന്ന പണികൾ ചെയ്യണം. നമ്മുടെ അടുത്ത് ആരുടെ അടുത്തൊന്നും അവർ കൈ നീട്ടുന്നില്ല, ഫ്രീ ആയിട്ട് ആരോളും ഒന്നും ചോദിക്കുന്നില്ല. അപ്പോൾ അവർ ചെയ്യുന്ന പണി. അപ്പോൾ അവർക്ക് ഇനിയിപ്പം ഇപ്പം ഈ പണി ചേച്ചി ഇപ്പം ഈ 100 ദിവസത്തെ എന്ന് പറയുമ്പോൾ നമുക്കത് മുമ്പോട്ട് കുറച്ച് ദിവസം കൂടെ നീട്ടി കിട്ടിയാൽ നിങ്ങൾക്ക് സന്തോഷമല്ലേ? അപ്പോൾ ഒരു 10-150 പണിയൊക്കെ ഒരു വർഷം കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു നിങ്ങൾക്ക് പൈസയൊക്കെ അപ്പം അങ്ങനെ. അപ്പം അത് അധികാരികളൊക്കെ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവർക്ക് അങ്ങനെ ഒരു അപേക്ഷയുണ്ട്. ഇപ്പോൾ ഇവർക്ക് മുമ്പോട്ട് കുറച്ചും കൂടെ പണി ദിവസങ്ങൾ കൂട്ടി കിട്ടുക. പണിയാൻ പറ്റുന്നവർക്ക് അവർ ഫുൾ ടൈം പണിയാൻ അവർ റെഡിയാണ്. അവർക്ക് ഇപ്പം ബാക്കിയുള്ള എന്തെങ്കിലും അതുപോലെയുള്ള അത്യാവശ്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവർ ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ കാടെന്ന് പറഞ്ഞാൽ ഇതിപ്പം വലിയ കാടില്ലാത്ത അവരൊക്കെ ആന കയറിയാൽ കാണിയല്ലാത്ത പറമ്പുകൾ. ഇപ്പം ഞാൻ വേറെ പറമ്പിൻ്റെ തെളിക്കുമ്പോൾ ഞാൻ കാണാം, വേറെ വീഡിയോസിലൊക്കെ കാണിക്കാം. ഇപ്പം എല്ലാവരും തൂമ്പ എടുത്ത് കളച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത്രയും ഒരു തൂമ്പ എടുത്ത് ചുമ്മാ ഒന്ന് പൊക്കണമെങ്കിൽ തന്നെ നമുക്കൊരു 10 പ്രാവശ്യം തൂമ്പ പൊക്കിയിട്ട് വരുമ്പോഴത്തേനും തന്നെ ഇന്ന് നടുവും കയ്യും ഓരോത്തിനും എല്ലാം ഉള്ള ആൾക്കാരാണ്.
ഇവിടെ കണ്ടോ രണ്ടുപേരും, ഒരാള് അവിടെ തൊട്ടടുത്തുള്ള പള്ളയൊക്കെ വെട്ടാനായിട്ട് ഈ ചേച്ചിയൊക്കെ കണ്ടില്ലേ? ചേച്ചിയുടെ വീട് എവിടെയാ? ആ, നിങ്ങളൊക്കെ അങ്ങ എരപ്പാമ്പടി ഭാഗത്തുനിന്ന് വരുന്ന. അപ്പൊ ഇവരൊക്കെ ഇപ്പത്തെ ആ ചേച്ചിയൊക്കെ ഇതിപ്പോ നമ്മള് ഇപ്പൊ ഈ എലഞ്ഞപ്പ അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പെരിയപ്പുറ അങ്ങനെ അങ്ങ് അവിടെ തൊട്ട് ഇതെല്ലാം എല്ലാരും എല്ലായിടത്തും വന്ന് പണിയണോ? അല്ലാതെ നിങ്ങൾക്ക് അവിടെ മാത്രം പണിതാ പോരാ? ആ, ഇപ്പൊ ഇത് ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഈ സ്ഥലം എന്ന് പറഞ്ഞപ്പോ ഇവിടെ കൃത്യമായിട്ട് ഒരു പോയിന്റ് ഇല്ല. എന്നാലും നമ്മളിപ്പോ അന്ത്യാല് പൈങ്കിറ്റി അതിന്റെ ഇങ്ങോട്ടൊന്നൊക്കെ ഉള്ളിലോട്ട് വരുന്ന സ്ഥലമാണ് ഇപ്പൊ ഇത്. അപ്പൊ ഇവര് വരുന്നത് അങ്ങ് എടയാറ് റോഡ്, നമ്മുടെ പിറവം റോഡ്, എരപ്പാങ്കുഴി, പെരിയപ്പുറം അവിടുന്ന് വരുന്നതാണ്. അപ്പൊ ഇവര് മറ്റേ ചേച്ചി ആദ്യം പറഞ്ഞു നമ്മുടെ മറ്റേ ഫോട്ടോ എടുക്കണ പരിപാടി. അപ്പൊ അതായി ചേച്ചി ഫോട്ടോ എടുക്കലാണ് ഇപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അല്ലേ? ഓ, അപ്പൊ ഇതിപ്പോ നമ്മളിപ്പോ ഞാൻ കണ്ടായിരുന്നു ഇവര് ഫോട്ടോ എടുക്കണം. ഇപ്പൊ ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ അപ്പുറത്താണ് ഇവരുടെ ഇതിനു മുമ്പത്തെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്ന സ്ഥലം. അപ്പൊ ഇവര് പറഞ്ഞ ഇപ്പത്തെ ഇതനുസരിച്ച് അവർക്ക് എവിടുന്ന് പണിതാലും അവിടെ വന്ന് ഫോട്ടോ എടുക്കണം. അതിപ്പോ രാവിലെ ഇവര് വന്നപ്പോ അവിടെ നിന്ന് എടുത്തു, ഇനി തിരിച്ച് വൈകുന്നേരവും അവിടെ തന്നെ വീണ്ടും നിന്ന് എടുക്കണം. നേരത്തെ ഞാൻ കണ്ടങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇവര് പണിയനെ പറമ്പിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ. നമ്മളൊരു ഗവൺമെന്റ് ഉടമസ്ഥൻ എന്നുള്ള ഒരു അഭിപ്രായത്തിലും ബാക്കിയുള്ള ഒരു മൊത്തത്തിലുള്ളവരിലും എന്നുവെച്ചാൽ അവരിപ്പോ അവിടെ നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പൊതുവായിട്ടുള്ള റോഡിൽ നിന്നാണ്. ആ റോഡിൽ നിന്ന് എടുക്കണതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഇപ്പൊ പണിതുകൊണ്ടിരിക്കണ ആ പറമ്പിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് അധികാരികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതിന് അവർക്ക് പറ്റുന്ന അവരെ കഴിയുന്നതും അവരിപ്പോ ഈ പ്രായത്തിലൊക്കെ ആ ചേച്ചിക്ക് എത്ര വയസ്സുണ്ട്? 74 വയസ്സുള്ള ചേച്ചിയാ. ചേച്ചിയുടെ പേരെന്നാ? തങ്കമ്മ ചേച്ചി. അതെ, നമ്മുടെ തങ്കമ്മ ചേച്ചിക്ക് 75 വയസ്സായി. ഈ 75 വയസ്സിൽ എത്ര പേര് ഏറ്റു നടപ്പുണ്ട്? നിങ്ങൾ ഇപ്പൊ നമ്മൾ അറിയാന്ന് നോക്കിയാൽ സാധാരണ ഈ പറയണ കളിയാക്കണ ആൾക്കാര് വീട്ടിക്കണ നേരെ നടക്കാൻ പറ്റുന്ന ആൾക്കാരില്ല. ആ ചേച്ചിയൊക്കെ ഇപ്പം വന്ന അവർക്ക് പറ്റുന്ന കാര്യം. അപ്പൊ ഇവരിപ്പോ അതിനകത്ത് ചിലപ്പോ ഇച്ചിരി തീരെ പറ്റിയല്ലാത്തവരെ മറ്റവര് സഹായിക്കും. അങ്ങനെയാണ് അവര് അതിന്റെ നിലനിൽപ്പിൽ പോകുന്നത്. അപ്പൊ ഇങ്ങനെ കഴിയുന്നു അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാതെ ഇപ്പൊ നടന്നിപ്പം ഇവര് ഓട്ടോ എന്ന് വിളിച്ച് ഇപ്പൊ ആ ചേച്ചിക്ക് 2 നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ ഈ കിട്ടണ പൈസ ഓട്ടോയ്ക്ക് കൊടുക്കാൻ മാത്രമേ കാണുള്ളൂ. അപ്പൊ ഇത് മെയിനായിട്ട് ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യം ഇപ്പൊ അവര് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞാൽ അവർക്ക് പണിയണേന് കുഴപ്പമില്ല. പണി അവർക്ക് കുത്തേണ്ടതിനേക്കാളും കൂടുതൽ ഇപ്പൊ അവർ ഈ ഫോട്ടോയ്ക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോണ കാര്യമാണ് അവര് പറയുന്നത്. അപ്പൊ ഫോട്ടോ അവരെവിടെയാന്ന് അവരുടെ ഗ്രൂപ്പ് പണിയെടുക്കണ ആ തോട്ടത്തിലോ ആ പണിസ്ഥലത്തോ ഏത് സ്ഥലം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചിലത് ഇപ്പൊ കൃഷി സ്ഥലമാവും, ചിലത് റോഡ്, തോട് ഇതെല്ലാം വരും. അപ്പൊ ആ ഏത് പണിസ്ഥലമാണോ അവിടെ വെച്ച് അവർക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു അങ്ങനെയാണ് ഇതിനു മുമ്പ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇത് എന്തുദ്ദേശത്തിനാ ഇങ്ങനെ മാറ്റിയെന്ന് എനിക്കറിയില്ല. ഇപ്പൊ അവര് ഇപ്പം ഇവിടുന്ന് ഇപ്പം നമ്മൾ വേറെ ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്താണ് ഇവര് പന്തൽ കെട്ടിയാണ്. എനിക്കിപ്പോഴത്തെ മഴയും ഇത് വരുമ്പോഴത്തേന് ഇവർക്ക് പെട്ടെന്ന് കയറി ഇത്ര ആൾക്കാർക്ക് ഒന്നിച്ച് ഒരു കുടയുടെയോ അങ്ങനെ നിൽക്കാൻ പറ്റൂല. അവർ പണി സ്ഥലത്ത് നിന്ന് അവരുടെ സാധനങ്ങളും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ അവർ പന്തൽ ഒരു വശത്ത് അവർ കെട്ടിയേക്കണം, പടിത കെട്ടിയേക്കണം. അവിടുന്ന് അടുത്ത സ്ഥലം ഫോട്ടോ എടുക്കാൻ വേറെ സ്ഥലം. ഫോട്ടോ എടുത്തുനിന്ന് വീണ്ടും അവർക്ക് വണ്ടിയെ കയറി 3, 4, 5 കിലോമീറ്റർ ചിലപ്പോൾ അവർ ഒന്നിച്ച് 5-6 പേര് കൂടിയൊക്കെ കയറി പോകും. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇവരുടെയൊക്കെ വിഷമതകളുമാണ് അവരിപ്പം പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കാണുക, കേൾക്കുക, സമൂഹം ഇവരുടെ പണികൾ കാണുക, അവർ ചെയ്യണത് എന്നാന്ന് പറഞ്ഞാൽ ഏത് കാട് പിടിച്ച് കിടക്കണതും എവിടെ കുപ്പയിലും വേസ്റ്റും സർവ്വ സാധനങ്ങളും ആൾക്കാർ ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള ആൾക്കാർ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്നലെ ഒരു പറമ്പില്ല അവിടെ എന്നൊക്കെ പറഞ്ഞാൽ മൊത്തം ആൾക്കാർ ഇപ്പോൾ കാര്യം നമ്മുടെ തന്നെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെയാണ് ഇത് ചെയ്യണത്. അപ്പം കഴിയുന്നതും വേസ്റ്റൊക്കെ അപ്പം ഇതുപോലെയൊക്കെ കാണുന്ന മനുഷ്യർ നമ്മളെല്ലാവരും ഈ വേസ്റ്റൊക്കെ കൊണ്ട് ഇങ്ങനെ പണിസ്ഥലത്തോടെയും തൊണ്ടിക്കടയും തോട്ടിക്കടയും എന്നുവെച്ചാൽ നമ്മൾ തന്നെയാണ് വീണ്ടും അത് ശുദ്ധിയാക്കാനായിട്ട് വരുന്നത്. ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള സഹോദരിമാരും സഹോദരന്മാരും ഒക്കെയാണ് ഇപ്പോൾ ഇത് നമ്മുടെ തന്നെ ആൾക്കാരാണ്. അപ്പോൾ അത് ഇന്ന് എനിക്ക് അവിടെ പണിയണില്ല, ഞാനവിടെ പണിയണില്ല, അത് കാരണം അവിടെ കൊണ്ടിടാന്നോർത്തുകൊണ്ട് ഇരിക്കരുത്. നമ്മളെ പോലെ തന്നെയുള്ള മനുഷ്യരാണ് എല്ലാവരും. അപ്പം വേസ്റ്റൊക്കെ ഇപ്പം ഇന്ന് പഞ്ചായത്തിൽ നിന്നും എല്ലാം ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള കുഴിയോ കാര്യങ്ങളിലൊക്കെ കൊണ്ടിടുക. അപ്പം ഇന്നലെ ഒരു പണിസ്ഥലത്ത് ചെയ്ത തോട്ടത്തിൽ നിറച്ച് വേസ്റ്റായിരുന്നു. അതൊക്കെ ഇവർക്ക് യാതൊരു ഇതുമില്ല, ഗ്ലൗസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അവരുടെ കൈ കൊണ്ടാണ് അവർക്ക് പറക്കി കാര്യങ്ങൾ വെക്കണത്. അപ്പം ഞാനിതൊക്കെ കണ്ടതാണെന്നാണ്. ഇപ്പം ഞാനിതിപ്പോൾ വീഡിയോയും കാര്യങ്ങളും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആളല്ല. ഇപ്പോൾ ഈ വ്ളോഗ്സിനകത്ത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കണമെന്ന് നിങ്ങൾക്കറിയാം. നേരത്തെ നഗരീനാസ് വ്ളോഗ്സിനകത്ത് നോക്കണ ഡാൻസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ ഒക്കെ സീരീസാണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കൃഷി കാര്യങ്ങളോ പശുവിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇവരുടെ ഒരു ബുദ്ധിമുട്ടുകൾ കണ്ടപ്പോഴാണ് നമ്മൾ അങ്ങനെയൊന്ന് ചെയ്യണമെന്ന് തോന്നിയത്. നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് കാണുന്ന ഒരു യാഥാർത്ഥ്യം ഇതിപ്പോൾ ഇവരുടെ അഭിനയങ്ങളൊന്നുമല്ല, അവരുടെ ജീവിതം, അനുഭവങ്ങൾ അവർ നേരിട്ട് പറയുകയും നേരിട്ട് കാണുകയും ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ. ഇപ്പോൾ ഇത് നമ്മുടെ
മോനി ചേച്ചിയാണ്. ഇതൊക്കെ നമ്മുടെ സ്വന്തം ചേച്ചിയാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ചെറുപ്പം, ഞാൻ എന്റെ ചെറുപ്പം തൊട്ട് നല്ല ആരോഗ്യത്തില് വരുമ്പോ എല്ലാ പണിയും അത് ആണുങ്ങളുടെ ഒപ്പമുള്ള പണിയും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോഴും ഏതാണ്ട് അസുഖങ്ങളൊക്കെ ഇല്ലായിരുന്നോ ചേച്ചിക്ക്? നിങ്ങളേണ്ട ഹാർട്ടിന്റെ എന്നാത്തിനാ തലയുടെ ഞരമ്പിലും ബ്ലോക്ക്. ആ അപ്പൊ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിലൊക്കെ ചികിത്സയൊക്കെ ആയിട്ട് ഒരു പണിയും ചെയ്യരുത്, റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ ആളാണ്. ഇത് കണ്ടില്ലേ കുഴി കുത്തിക്കൊണ്ടിരിക്കണത് നിങ്ങൾ നോക്കുക. നിറച്ച് പേര് ഇത്തരം ഒരു കുഴി ആണുങ്ങൾ പോലും കുത്തണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ 1 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആളുടെ ഇടവില്ല. അപ്പൊ അവർ ആ പ്രായത്തിൽ അത്രയും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും നിങ്ങൾ ആരും ഇവരെ കളിയാക്കരുത്. തൊഴിലുറപ്പുകാർ അവരാ തൊഴിലുറപ്പ് അവരാ ഒരു കുഴി ആ ചേച്ചി കഴിഞ്ഞപ്പോ ഇതിനകത്ത് ഈ ഒരു കുഴി ഒരു തൂമ്പാ കുത്തിയെന്ന് പറഞ്ഞാലും തന്നെ അതൊരു വലിയ മനസ്സിലാവും. പക്ഷെ ഇവര് ഒരു കുഴിയല്ല 3 കുഴി കുത്തും. 3 കുഴിയും കുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇപ്പൊ മരുന്നുണ്ടോ ചേച്ചി? ഉണ്ടോ? ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, പിന്നെ ഈ തലയുടെ ബ്ലോക്കിനുള്ള മരുന്ന്. അത് ശരി. 4 കൂട്ടം മരുന്ന് കഴിക്കുന്നുണ്ട് എല്ലാ ദിവസവും. അപ്പൊ അന്നേരം എവിടെയാ ആശുപത്രിയിൽ എവിടെയാ പോണേ? ആശുപത്രിയിലെ മെഡിക്കൽ കോളേജിന്റെ മരുന്നുണ്ട് തലയുടെ ഞരമ്പിന്റെ ബ്ലോക്ക്. അത് ശരി. അപ്പൊ കോട്ടയം പോണം നമ്മള് മരുന്ന്? അല്ല, അതിവിടെ കിട്ടും. അതുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു. എന്നാലും 230 രൂപയാണ് 1 കുപ്പി മരുന്ന്. അത് 100 ഗുളികയുണ്ട്. അത് ഒരു മാസം കഴിക്കണം. ചെറുപ്പം തൊട്ടേ അവർക്ക് പറ്റുന്ന പണികളെടുത്ത് ഇപ്പൊ ഞാൻ പറയാലോ ചേച്ചീനൊക്കെ എനിക്ക് നന്നായിട്ട് ചെറുപ്പം തൊട്ടേ അറിയാവുന്നതാണ് പറഞ്ഞത്. ഇപ്പൊ കുറെ പേര് നമ്മൾ അറിയാത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ എല്ലാം ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ഈ പണി സൈറ്റിൽ. അപ്പൊ ഈ പണി സൈറ്റ് തീർനാടൻ വരെ എത്ര അകലെയെന്നാണേലും അവരിവിടെ വന്ന് അവിടുന്ന് വന്ന് തിരിച്ചു പോകണം. അപ്പൊ ഈ വരവും പോക്കും കഴിയുന്നു അവർക്ക് ബുദ്ധിമുട്ടാകാതെ. ഇതെന്താണേലും ഇതൊരു നല്ല കാര്യമാണ്. ഗവൺമെന്റ് ആര് തുടങ്ങി വെച്ചാണേലും ഇതിപ്പം ഈ തുടങ്ങിയ സ്കീം ഒക്കെ നല്ലതാണ്. ഇപ്പൊ ഞങ്ങൾക്ക് കൃഷിക്കാർക്ക് നല്ലതാണ്. ഇപ്പൊ ഇന്ന് അറിയാമല്ലോ കാർഷിക മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തീർത്തും നഷ്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുവോ അല്ലെങ്കിൽ അതിനനുസരിച്ച് സാധനങ്ങൾക്ക് വില, റബ്ബറെ ബാക്കിയുള്ള ഉൽപ്പന്നങ്ങൾക്കൊന്നും ഇല്ലാത്ത കാരണം പണിയിപ്പീരും ഒക്കെ ആൾക്കാർ തീരെ കുറവാണ്. അപ്പൊ ഇപ്പൊ ഇവരുടെ ഈ ഒരു പണി 3 വർഷം കൂടുമ്പോഴാണ് നമുക്കൊരു കൃഷി സ്ഥലത്ത് ഇവർക്ക് പണിയാനുള്ള ഓപ്ഷൻ ഉള്ളൂ. അപ്പം ഇവരാ പണിയുന്നത് നമുക്കും ഒരു ഭയങ്കര സഹായമാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പറമ്പ് തെളിഞ്ഞ് ഇവരിപ്പോ ഇത്രയും പേര് കാര്യം നമ്മൾ നോക്കുമ്പം ഇപ്പം അവരെ സംബന്ധിച്ച് നമ്മളിപ്പം ചെറിയ കാപ്പി അങ്ങനെയുള്ള ലഘുഭക്ഷണമൊക്കെ അവർക്ക് കൊടുക്കും. അതിപ്പോൾ എല്ലായിടത്തും ഒന്നും അവർക്ക് ചിലപ്പോൾ അവരാരോടും നിർബന്ധിക്കുകയില്ല. നമ്മുടെ ഒരു മനസ്സും കാര്യങ്ങൾക്കും അനുസരിച്ച് ഒരു കടുങ്കാപ്പിയോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഒരു സ്നാക്സോ എന്തെങ്കിലുമൊക്കെ അവർക്ക് എടുക്കുക. അത് അവർക്ക് കിട്ടിയാലോ കിട്ടിയില്ലല്ലോ അവർ പരാതിയോ കാര്യങ്ങളോ ഒന്നും അവർക്കില്ല. അത് ചില സ്ഥലത്ത് നിന്ന് ആൾക്കാർ കൊടുക്കും. ഇപ്പം നമ്മളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പ് ഇതെല്ലാം ഈ കാടൊക്കെ നമ്മൾ ഇത് കഴിഞ്ഞ് നമ്മൾ പണിത പറമ്പ് നമ്മൾ കാണിക്കാം. അപ്പോൾ അതിനകത്ത് ആ കിടക്കണമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു. അത് കയറി കഴിഞ്ഞാൽ നമുക്ക് പെരക്കാത്തോടെ നടക്കണ പോലെ നടക്കാവുന്ന രീതിയിലാക്കിയിട്ടാണ് അവർ പോകുന്നത്. അവരിപ്പോൾ ഈ കുഴി മാത്രമല്ല. അപ്പം അവരുടെ അധ്വാനം ഇതാണ് കാര്യങ്ങൾ. അപ്പൊ മരുന്ന് ഇന്നിപ്പം മരുന്നൊക്കെ കഴിച്ചിട്ടാണോ പോന്നേ? 10 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് മരുന്ന് കഴിച്ചു. അത് ശരി. അപ്പൊ ഇനിയിപ്പം വൈകിട്ട് കഴിക്കണം. അപ്പൊ മടുക്കൂല ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പത്തേനും? പിന്നെ മടുക്കും. എന്നാലും കഴിക്കാതിരിക്കാൻ പറ്റുമോ? അല്ല പണിയും ഇറങ്ങാതിരിക്കാനും പറ്റൂല. നമുക്കാണേലും പൈസ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഏറ്റവും വലുത്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നീങ്ങണം. ഇപ്പൊ മെഡിക്കൽ കോളേജിലൊക്കെ നിങ്ങൾക്ക് മരുന്നൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാലും എല്ലാ കാര്യത്തിനും പുറത്തോട്ടൊക്കെ മരുന്നായിരിക്കും അല്ലേ? ആ മരുന്ന് നമുക്ക് മാറ്റാൻ പറ്റിയല്ല. അവിടെ അല്ല നമുക്ക് മരുന്ന് തരുവോ? ഇല്ല, നമ്മള് ആ ചീട്ടുണ്ട്. ആ ചീട്ട് കാണിച്ചിട്ട് നമ്മള് ചേച്ചിക്ക് ഇപ്പൊ എത്ര വയസ്സായി? എനിക്ക് 69. 69. ഇപ്പൊ എല്ലാ ആൾക്കാരും ഇപ്പം കണ്ടില്ലേ ഈ ഒരു 60 വയസ്സ്. ഇപ്പൊ ഞാൻ ഇതിനകത്ത് നോക്കിയത് എല്ലാം 60, 70, 75 ആ ഒരു പ്രായത്തിൽ എന്ന് പറയുമ്പോ ഇത്രയും ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഞാൻ നോക്കിയിട്ട് ഇപ്പൊ ഈ പെണ്ണുങ്ങളാണ്. ആണുങ്ങള് കൊണ്ടുപോട്ടെ ഇതിനകത്ത് അവരെ ഇതല്ല. പക്ഷെ അവര് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഇന്ന് ഗവൺമെന്റ് എല്ലായിടത്തും ബ്രാൻഡിയും മദ്യഷാപ്പും എല്ലാം എല്ലായിടത്തോടെയും സുലഭമായിട്ടിരിക്കുന്നു. അതിപ്പം കഴിക്കണവർക്ക് കഴിക്കാം, കാശുള്ളവർക്ക് കഴിക്കാം. പക്ഷെ ഇതിനകത്ത് ഇന്നിപ്പം കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പം ആണുങ്ങൾ ഇതിനൊക്കെ ഒരു അഡീഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ മുഴുവൻ അവരവിടെ കൊണ്ട് ചിലവാക്കി കഴിഞ്ഞാൽ ഇവർക്കിടെ ഒരു ആവശ്യത്തിന് അല്ലെങ്കിൽ ഇവരുടെ പിള്ളേരുടെ കാര്യങ്ങൾക്കും അവർക്ക് ഇതൊക്കെയാണ് അവർക്ക് കിട്ടുന്ന അതുകൊണ്ട് ഒരു സഹായം എന്ന് പറയുന്നത്. അതാണ് ഇവരിപ്പോൾ ഈ പറ്റൂലാത്ത പ്രായത്തിലും. പിന്നെ നമ്മളൊക്കെ ഈ മൊബൈലും നോക്കി അല്ലെങ്കിൽ ടി വിയും കണ്ട് സിനിമയും കണ്ട് ഇരിക്കുന്ന ഒരു സമയത്താണ് അവർ ഈ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം അവർ 9 മണിക്കാണ് ഇറങ്ങണത് അല്ലെങ്കിൽ 10 മണിക്ക് ഇറങ്ങണത്. പിന്നെ ആകെ 1 മണിക്കൂർ അവർ പണിയോളൂ. അല്ലെങ്കിൽ വൈകുന്നേരം അവർ നേരത്തെ പോകും എന്നൊക്കെ പറഞ്ഞ് ഇതാണ്. ഇപ്പം നമുക്ക് എല്ലാവരും ഇന്നിപ്പോൾ ഒരു വീടിൽ നിന്ന് സിറ്റ് ഔട്ടിൽ നിന്ന് കയറിയാൽ എല്ലാവരും വണ്ടിയെ കയറി പോകണു, തിരിച്ചു വന്നു. അപ്പോൾ ഇവർ ഒരു ഇത്രയും കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് വണ്ടി ഓടിക്കാൻ പറ്റിയാല. ഇപ്പം നമുക്കറിയാം മക്കളെ ഒന്നും എപ്പോഴും സൗകര്യത്തിന് അവരുടെ പണിക്കനുസരിച്ച് അവരെ കിട്ടണമെന്നില്ല. അവർ പണിക്ക് പോകുമായിരിക്കും. അപ്പം ചിലർക്ക് വിടാൻ താല്പര്യം കാണില്ല. താല്പര്യം ഉള്ളവർക്ക് ചിലപ്പോൾ അവർക്ക് സമയം കിട്ടണമെന്നില്ല. അവർ പണിയാൻ പോകും.
അപ്പം ഇവർ ഈ നടന്ന് പിറക്കി വരുന്നു, അങ്ങനെയൊക്കെയാണ് ഇവർക്ക് താമസവും കാര്യങ്ങളും വരുന്നത്. അപ്പൊ ഇവർക്ക് ആ ഒരു താമസം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കുറ്റമൊന്നുമല്ല, അത് അവർക്ക് അർഹതപ്പെട്ടാണ്. അവർ ചെയ്യുന്ന പണിയും അവർക്കുടെ പ്രായത്തിനും ആരോഗ്യത്തിനും അനുസരിച്ച് അതിന് കൂടുതൽ പണികളാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ ഫോട്ടോയുടെ കാര്യം പറഞ്ഞേ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഫോട്ടോ എടുക്കണ അതിന്റെ കാര്യങ്ങളൊന്ന് പറയാം. ഇത് ആരാ ഫോട്ടോ എടുക്കണേ, അത് എന്താ, അതിന്റെ എത്ര പേരാ, എങ്ങനെയാന്നുള്ള അതിനെ കുറിച്ച് ഇപ്പൊ ആൾക്കാർക്കും ഒന്നും അറിയത്തില്ല. പെട്ടെന്ന് നമ്മൾ ഈ ഫോട്ടോ എന്ന് പറയുമ്പോൾ ആൾക്കാർ എന്നാ ഉദ്ദേശിക്കണമെന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ അതിന്റെ ഒന്ന് കാര്യങ്ങള് ഒന്ന് പറയാമോ? പറയാം. അതായത് ഫോട്ടോ എടുക്കുന്നത് ഇപ്പൊ 30 പണിക്കാരുണ്ടെങ്കിൽ അതിലൊരാള് മേറ്റായിട്ട് നിൽക്കും. അവർക്ക് ഒരുമാതിരി ന്യായമായ വിദ്യാഭ്യാസം ഉള്ളവരാണ്. അവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുള്ളവരാണ് തന്നെ. അവര് ഫോട്ടോ എടുക്കും, പിന്നെ ഓരോരുത്തരുടെയും പേരെഴുതി നമ്മളെ കൊണ്ട് ഒപ്പിടിയിക്കും. അതാ രാവിലെ നിങ്ങൾ രാവിലെ വന്ന് ഒപ്പിടുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നത്. അവരാണ് ഇതിന്റെ ലീഡ് ചെയ്യുന്നത് എല്ലാത്തിന്റെയും. പിന്നെ നമ്മള് ഇപ്പൊ ദൂരം അനുസരിച്ച് ഈ ഫോട്ടോയുടെ സമയത്തിന് അനുസരിച്ച് വരാൻ വേണ്ടിട്ട് ഓട്ടോയ്ക്ക് വരുന്നവരുണ്ട്. അപ്പൊ ഇത് ഈ മാറ്റെന്ന് പറഞ്ഞ ആൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുവോ? മാറും. അത് എത്ര നാളാ? അത് 14 ദിവസത്തേക്കാണ് ഒരു മേറ്റിന്റെ ചാർജ്. അത് കഴിഞ്ഞിട്ട് അടുത്ത മേറ്റ് 14 ദിവസമുള്ളൂ ഒരാൾക്ക്. ഒരാൾക്ക്. അപ്പൊ നിങ്ങൾ എല്ലാരും മേറ്റുമാരാവും? ഞങ്ങളല്ല, കൂടുതൽ അത് കുറച്ചാണ് ചെറുപ്പമായിട്ടുള്ള ആൾക്കാരായിരിക്കും. ചെറുപ്പമായിട്ടുള്ളവരും പഠിപ്പ് കൂടുതലുള്ളവരും ഇങ്ങനെ മാറി മാറി എടുത്തോണ്ട് ഇപ്പൊ 3-4 പേരാ നിലവിൽ മേറ്റുമാരായിട്ടുള്ളത്. അപ്പൊ നിൽക്കുന്ന മോളി ഒരു മേറ്റാണ്, പിന്നെ വിജി ഒരു മേറ്റാണ്, പിന്നെ ലീല മേറ്റ്. അവര് അന്നേരം മേറ്റുമാരും പണിയണോ? അവരും പണിയും. പിന്നെ അതിനിടയ്ക്ക് അവർക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ എഴുതി ബുക്കിൽ എഴുതണം. ഇന്ന ദിവസം ഇന്നടത്ത് പണിയാണ്, അവർക്ക് ഇത്ര പണിയുണ്ട്, ഇത്ര ദിവസത്തെ പണി ഓരോരുത്തർക്കും ഉണ്ടെന്നും പറഞ്ഞ് അവരുടെയൊക്കെ എഴുതി വെക്കണം ബുക്കില്. എന്നിട്ട് അത് അവര് പഞ്ചായത്തിൽ കൊണ്ടുപോയി കൊടുക്കും. ഇതൊക്കെ മേറ്റുമാരുടെ ചുമതലയാ. അല്ല, ഈ മേറ്റിനെ തെരഞ്ഞെടുക്കണത് നിങ്ങൾ തന്നെയാണോ, അവര് തന്നെ തീരുമാനിക്കണോ? ഞങ്ങളും അവരും പറയും. ഇതിൽ എഴുതാനും വായിക്കാനും ഒക്കെ ശരിക്കും അറിയാവുന്നവര് കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട്. എത്ര വയസ്സായി? 74. അതെ, 74ന്റെ അടുത്ത ചേച്ചിയുടെ പേരുന്ന മാധവി. പെരിയപ്പുറ സൈഡാണോ വീട്? ഇവരൊക്കെ എല്ലാം 3-4 കിലോമീറ്റർ അകലെന്ന ഇപ്പൊ നമ്മുടെ ഈ സൈറ്റ്. അപ്പൊ ഇവിടെ അടുത്തുള്ള കുറച്ച് ആൾക്കാർ കാണും, പക്ഷെ അവർക്ക് അങ്ങോട്ടും പോകണം. ഇവരുടെ ആ ഭാഗത്തോട്ട് അവിടെ അപ്പുറത്തോട്ടുള്ളടത്തോട്ട് വരുമ്പോഴത്തേനും എന്നാ ഈ കുറച്ച് ഓരോ ആൾക്കാര് ഇങ്ങനെ തിരിഞ്ഞ് അങ്ങനെയാണേലും കുറച്ച് എളുപ്പം വരും. ഇപ്പൊ അതായത് ഇപ്പൊ പെരിയപ്പുറം ഭാഗത്ത് കൊടുക്കുന്ന ഒരു പണിയില് പെരിയപ്പുറംകാരെ കൂടുതലായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടന്നേയും ഇപ്പൊ ഇവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോകാം, അല്ലെങ്കിൽ അവർക്കും കൊടുത്ത് എന്നാ അവിടെ ഇവിടെയുള്ള ഭാഗത്ത് ഇവിടെയുള്ള ആൾക്കാര് അങ്ങനെ ആദ്യകാലത്തൊക്കെ അങ്ങനെയായിരുന്നു. അതെ അതെ അതെ. അപ്പൊ കഴിയുന്നതും ഇപ്പൊ നമ്മൾ അവർക്ക് ചെയ്യുന്ന ഒരു സഹായമല്ല, ത്യാഗമല്ല, അവർ ചെയ്യുന്ന പണിയുടെ അനുസരിച്ചാണ്. അപ്പൊ അവരെ കഴിയുന്നതും ബുദ്ധിമുട്ടിക്കാതെ അങ്ങനെയൊക്കെ നോക്കി ചെയ്യാൻ പറ്റുന്ന അധികാരികളൊക്കെ ഇതിന്റെ എന്താണ് അതിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും നമുക്കും അറിയത്തില്ല. അപ്പൊ ഇതൊക്കെ കേൾക്കണവര് നിങ്ങളൊക്കെ ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ അവർക്കൊക്കെ ഈ ഫോട്ടോ എടുക്കുന്ന ഇന്ന സ്ഥലത്ത് അത് പണിസ്ഥലം അവിടുന്ന് കുറെ അകലെയായിരിക്കും. അപ്പൊ അവർക്ക് വീണ്ടും അങ്ങോട്ട് വന്ന് പോകാനും എല്ലാം ബുദ്ധിമുട്ടുകളാണ്. അപ്പൊ അതെങ്ങനെയാണേലും പറ്റുന്ന രീതിയിൽ എല്ലാവരും ഒന്ന് പരിഹരിച്ചു കൊടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇത് നമ്മുടെ ജെയിംസ് ചേട്ടൻ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാ. ഇപ്പൊ 2 ആശുപത്രി കേസൊക്കെ ഇല്ലായിരുന്നു? ആണോ? ഹാർട്ടിന്റെ എന്നായിരുന്നു? അത് ശരി, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടാണ് ഈ പണിക്ക് നടക്കുന്നത്. അപ്പൊ അന്നേരം ഇതിന് കുഴപ്പം ഡോക്ടർമാർ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ആണല്ലേ? ചെറിയ പണികൾ നമുക്കല്ലെങ്കിൽ നമുക്കൊരു പൈസ നമ്മുടെ ഒരു പോക്കറ്റ് മണിയായിട്ട് കൈ കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യണം. ഇപ്പൊ മക്കള് വരുമെന്ന് പറഞ്ഞാൽ അവരോട് പോയി നമ്മൾ മേടിക്കാൻ പോകണ്ടേ? അപ്പൊ അതാണ് ഇപ്പൊ ഇതിനകത്തെ കാര്യം. ഇപ്പൊ എല്ലാ ആൾക്കാരും ഇതുപോലെയാ. ഇപ്പൊ ഓരോരുത്തരോടും നമ്മൾ ചോദിക്കണില്ല. ഹാർട്ട് ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ഇതുപോലെ ഓരോരോ രോഗവും കാര്യങ്ങളുമായിട്ട് വലയണ ആൾക്കാരാ. അപ്പൊ അതൊരു മെയിൻ ആ ഒരു ഇതിൽ നിന്നാണ് ഇവർ ഈ പണിയണത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴാണ് അവരുടെ ആ പണിയുടെ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാ ആൾക്കാരും പ്രായമൊന്ന് ആരോഗ്യം ഇതുപോലെ നടക്കുന്ന ഒരാൾക്കാര്. നമ്മളിപ്പോ ഇന്ന് കുറെ ആൾക്കാർ വീട്ടിൽ കിടയും അലസമായിട്ടും മാറ്റി ഇരിക്കുന്ന അവരാണ് ഇവരെ കൂടുതലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇപ്പൊ ഈ പണി ചെയ്തിട്ടുള്ള ആൾക്കാരും കുറ്റം പറയല. അപ്പൊ ഇതാണ് ഇത് ഇവരുടെ ഒരു അവസ്ഥ. അപ്പൊ ഇതൊക്കെ എന്നാണേലും ഇപ്പൊ നിങ്ങളുടെ ഇപ്പം ഈ ഫോട്ടോ ചോദിച്ചിട്ടാ ഇപ്പൊ ഈ മറ്റേ ഫോട്ടോ എടുക്കുകയാണ് ഇപ്പൊ ഇവർക്കെല്ലാം ചേച്ചിമാർക്കെല്ലാം അകലെയൊന്നും അവരിപ്പം ജെയ്സേട്ടനൊക്കെ ഇപ്പൊ ഇവിടെ നമ്മുടെ കുറച്ച് അടുത്തായിട്ടാണ്. പക്ഷെ ഇപ്പൊ ഇവര് അങ്ങേ സൈഡിലോട്ട് പണി വരുമ്പോ ഇവര് അങ്ങ് പോകണം. ഇപ്പൊ അവിടെ നിന്നുള്ളവര് ഇപ്പൊ ഈ വരുന്ന അവർക്ക് ഇപ്പൊ എല്ലായിടത്തും ഈ ഫോട്ടോ എടുക്കേടെയാണ്. അപ്പൊ വീണ്ടും പറയാണ്, ഫോട്ടോ എടുക്കാൻ ഈ അധികാരികളൊക്കെ കാണുവാണെങ്കിൽ അതിന്റെ നിയമങ്ങളൊക്കെ ഒന്ന് മാറ്റി അവർക്ക് പറമ്പിക്കട തന്നെ പണിയിനോടത്ത് വെച്ചെടുക്കാനുള്ള ഒരു അതാണ് ഇപ്പൊ അവർ ആകെ ഒരു പരാതി അവർക്ക് അത് മാത്രമേ ഉള്ളൂ. പണിയാൻ അവർക്ക് വേറെ ഒരു തൊഴിലാളി അവർക്ക് 150 പണി കിട്ടണം.
അതാ ഞങ്ങളുടെ ആവശ്യങ്ങൾ. ആ പറമ്പിന്റെ മുതലാളിമാരുടെ ഓരോ ഉടമസ്ഥന്റെ പറമ്പിൽ വെച്ച് ഫോട്ടോ എടുക്കുവാണെങ്കിൽ ഞങ്ങൾ പ്രായമായവർ അത്രയും അകലെ വന്ന് നടന്ന് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വരണ്ടേ? ഇവിടെ വന്നിട്ട് പെരിയപ്പുറത്തിന് പോകണം ഞങ്ങൾ. അതാ ഞങ്ങൾക്ക് അത് അത്യാവശ്യ കാര്യമാണ്. അതാ ഞങ്ങളുടെ ആവശ്യങ്ങൾ. അപ്പൊ ഇപ്പൊ ഫോട്ടോ എടുക്കുക മെയിൻ ഒന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് പണി ഇപ്പൊ ഇച്ചിരി ഇപ്പൊ ഈ 100 ദിവസം എന്നുള്ളതൊക്കെ കുറെ കൂടെ അവർക്ക് കൂട്ടിയാലും അവർക്ക് നല്ലതാണ്. ഇപ്പൊ ഈ ഒരു 30 ദിവസം അല്ല 3 മാസത്തെ പണി ഒരു വർഷത്തിൽ എന്ന് പറഞ്ഞാൽ 1 വർഷം മുഴുവൻ അവർ അതുകൊണ്ട് ഈ കിട്ടുന്ന പൈസ പിന്നെ മാക്സിമം 10-30,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷറുണ്ട്, ഷുഗറുണ്ട്, ഹാർട്ടിന്റെ അസുഖമുള്ളവരുണ്ട്. ഞങ്ങൾ ഇതുകൊണ്ടൊക്കെ ഞങ്ങൾ എപ്പോഴും മക്കളുടെ നേരെ കൈ തട്ടാൻ പറ്റിയ അപ്പൊ നിങ്ങൾക്ക് ഒരു തൊഴിലുണ്ട്. ഞങ്ങൾക്ക് ഇതുകൊണ്ട് മരുന്ന് മേടിക്കാൻ ഞങ്ങളുടെ ആവശ്യത്തിന് നടത്തരുതോ? അതാ ഞങ്ങൾ ഇറങ്ങി പോരുന്നത്. അപ്പൊ ഇത്രയും അകലം ഞങ്ങൾ വെച്ച് ഇവിടെ ഞങ്ങൾ കുഴി കുത്തി പറമ്പി പണ്ട് പണിതിട്ട് ഞങ്ങൾ പെരിയപ്പുറത്തോ അല്ലെങ്കിൽ അങ്ങ് അന്ത്യാലങ്കെ പോയി പണിയെടുക്കാന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതെ 3-4 അതേ പറഞ്ഞു. ഇപ്പൊ ഒരു 5 കിലോമീറ്റർ ചുറ്റളവാ ഇപ്പൊ ഈ പെരിയപ്പുറം ഇങ്ങനെ ഇതായിട്ട് വരുമ്പോഴത്തേനും. അപ്പൊ അത് പ്രായമായവരെന്തായാലും വണ്ടി പിടിച്ചൊക്കെ ഞങ്ങളുടെ കൈ ഇരിക്കുന്ന പോലെ ഞങ്ങൾ പുരിവൊക്കെ ഇട്ട് വണ്ടി പിടിച്ചൊക്കെ പോകണം. അപ്പൊ അത്ര അകലെ പോകുന്നോണ്ട് ഞങ്ങള് അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ പണി കൂട്ടി ദിവസങ്ങൾ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ലതാണല്ലോ. ഒരു ഞങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നല്ല 150 പണി കിട്ടുവാണെങ്കിൽ നല്ലതാണ്. ഒരു 150 പണിയൊക്കെ കിട്ടുവാണെങ്കിൽ അവർ പണിയാൻ റെഡിയാന്നാണ് അവർ പറയുന്നത്. അവർക്ക് കുറച്ചും കൂടെ അവരുടെ കാര്യങ്ങൾ കുറെ കൂടെ നടക്കും. കുറച്ച് പൈസ കൂടെ അവർക്ക് അവരുടെ കൈവശം കിട്ടി. ഇതിപ്പോ അവരുടെ മരുന്നും ഇതും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങളുടെ മരുന്ന് കാര്യങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാർ ആശുപത്രിയിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷെ ചിലപ്പോൾ അടുത്തുള്ള ആശുപത്രി പ്രൈവറ്റിലൊക്കെ പോകുമ്പോൾ തന്നെ ആ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. അതെ അതെ അതെ. ഇപ്പൊ എല്ലാം ഉണ്ട്. ഇപ്പം എല്ലാത്തിനും അതിൻ്റെതായുള്ള തടസ്സങ്ങൾ കാണും. അപ്പൊ അതിന്റെയൊക്കെ പരിധിക്ക് വെച്ച് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മള് എന്നാണേലും നിങ്ങൾ കയറി ഇറങ്ങി കഴിഞ്ഞാൽ പറമ്പ് ഒരു ഐശ്വര്യ. ആ കാര്യത്തിന് ഇതാണ് നമുക്ക് പിന്നെ ധൈര്യമായിട്ട് നമുക്ക് നടക്കാം. ഒരു പാമ്പ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എല്ലാം ഇത് ഇനി എല്ലാവരും ഒന്ന് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഈ വള്ളിച്ചെരുപ്പാ ഈ ഇങ്ങനത്തെ ഈ ചെരുപ്പം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഇത് നമ്മള് വീടിനകത്തോടെ ഇടാൻ മാത്രമേ പറ്റുള്ളൂ. എന്നാ വെച്ചാൽ ഒരു കുറ്റി ചെറിയ കുറ്റി പോലും അകത്തെ കൊണ്ട് അകത്ത് തുളഞ്ഞു കയറും. ഈ പ്ലാസ്റ്റിക്കിന്റെ നമുക്ക് ഈ കവർ ചെയ്തുള്ള ഷൂസ് മേടിച്ച് ഇടുക. അത് 150 രൂപയ്ക്ക് കിട്ടും. നല്ല വെയിറ്റ് ഒന്നും ഇല്ലാത്ത. അതാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട. അത്യാവശ്യം ഒരു വൈതാരിയ തേളോ എന്നെങ്കിലും ഒരു സാധനങ്ങൾ ഇപ്പൊ ഈ കാട്ടിക്കട ഇതുപോലെയുള്ള തൊണ്ടിക്കട തോട്ടിക്കട കുപ്പിച്ചില്ലും കാര്യങ്ങളും കേട്ടോ. അതെല്ലാരും ശ്രദ്ധിക്കണേ. എന്നാണേലും ഇനിയിപ്പം പിന്നെ ബാക്കിയൊക്കെ ഇപ്പൊ ഇവര് കെട്ടിയന്മാരുള്ളവരും അവർക്കൊക്കെ കൊടുക്കും. പിള്ളേരുള്ളവർക്കും അവര് കൊടുക്കും. അവരിപ്പോ എന്നാണേലും അങ്ങനെയാ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അവർക്ക് ഇപ്പൊ ഇതൊന്നും കൊണ്ടാക്കി ബാങ്കിലിട്ട് പോകാൻ വേണ്ടിയല്ല അവര് ചെയ്യണത്. ഇപ്പൊ മക്കളുള്ളവർ ചിലപ്പോൾ അവർ അത്യാവശ്യമുള്ളപ്പോൾ ചോദിക്കുമ്പോൾ അവർ കൊടുക്കും. മക്കളുടെ മക്കൾക്ക് കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് എന്നാണേലും അവര് നല്ല കാര്യമാണ് സമൂഹത്തിന് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പൊ നമ്മളൊക്കെ വെള്ളം കുടിച്ച് കിടക്കണൊക്കെ ഈ കുഴിയൊക്കെ കാരണമാണ് ഈ വെള്ളമൊന്നും പറ്റാത്തതും വെള്ളം താന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അപ്പൊ അതിപ്പോ ആൾക്കാർ മനസ്സിലാക്കണില്ല. അപ്പൊ അത് മനസ്സിലാക്കാന്നുള്ള ആ ഒരു ഒറ്റ ഉദ്ദേശമുള്ളൂ. നമുക്കിപ്പോ ഈ ആൾക്കാർ കാണുക നമ്മൾ വെള്ളത്തിന് വേണ്ടി സർക്കാരിന്റെ വെള്ളം വരുമെന്ന് പറഞ്ഞിട്ട് പൈപ്പിൽ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വരില്ല. നമ്മളും പിന്നെ ഈ പ്രകൃതിക്ക് പറ്റുന്ന ദോഷം നമ്മളായിട്ട് വരുത്താതിരിക്കുക. അപ്പൊ നമ്മുടെ അകലെയുള്ള പറമ്പ് ഞാൻ ആദ്യം പറഞ്ഞു വേസ്റ്റ് കാര്യങ്ങളെല്ലാം ഇപ്പൊ നമ്മുടെ ഈ കൂട്ടത്തിൽ ഇപ്പൊ ഈ പണിയണ ആൾക്കാരും അവിടെ കാണും. പക്ഷെ അങ്ങനെ മറ്റുള്ളവർ പണിയണമെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടിടരുത്. നമ്മുടെ സഹോദരിമാരല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ് ചെയ്യണത്. അപ്പൊ ആ വേസ്റ്റ് ഒന്നും കൈകൊണ്ടെടുത്ത് ഇവർക്ക് അതിനുള്ള സുരക്ഷാ കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് ഇവര് എടുക്കണേയും കാര്യങ്ങളും. അപ്പൊ ഈ വേസ്റ്റുകളൊക്കെ കഴിയുന്നതും പറമ്പുകളിലേക്കൊക്കെ ഇടാതിരിക്കുക. ഇപ്പൊ നമ്മുടെ പഞ്ചായത്തുകാരൊക്കെ കളക്ഷനൊക്കെ വരുന്നുണ്ട്. അവരുടെയൊക്കെ കയ്യിൽ കൊടുത്തും ഗവൺമെന്റ് പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുക. വെള്ളമൊക്കെ ഇതുപോലെ എല്ലാവരും ഇനി പറ്റുന്ന കുഴി ഇവര് കുത്താത്തോടത്താണേലും പറ്റുന്നവരൊക്കെ 4 കുഴി കുത്തി നോക്കാം. അപ്പൊ അറിയാം. ഇപ്പൊ സർക്കാരിന്റെ ഇവരുടെയൊക്കെ വരാത്ത സ്ഥലത്തുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ 1 മീറ്റർ കുഴി കുത്തുമ്പോ അറിയാം നമുക്ക് അതിന്റെ അധ്വാനം കാര്യം. അതെ അതെ അതെ. ഇപ്പൊ അത് കാരണം ഇപ്പൊ ഈ ഇടയ്ക്കൊന്നും നിങ്ങളുടെ ഈ കുഴികുത്തൊക്കെ തുടങ്ങിയ പിന്നെ പറമ്പുകളിലൊക്കെ ഒത്തിരി വ്യത്യാസം പഴയതിൽ നിന്നും വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പൊ നല്ലൊരു പ്രകൃതി നാച്ചുറലായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം ചെറുത് നമ്മുടെയൊക്കെ ഇതിലേക്കടെയുള്ള ഒരു ഇതാണ്. ഒരു കള്ള് കഴുത്തണ പന. അപ്പം ഇതൊക്കെ ഈ കാടല്ല. ഇതിപ്പോൾ ഇവർ ഇതുപോലെ കിടക്കണ സാധനം കുറേ കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗമാണെന്ന് പോലും അറിയില്ല. ആ രീതിയിൽ ഇതെല്ലാം തെളിക്കാനുള്ള സ്ഥലങ്ങളാണ്. ഇതുപോലെ നമ്മൾ പാമ്പും സർവ്വവിധ ഇഴജന്തുക്കളും എല്ലാം ഇവർ യാതൊരുവിധ സുരക്ഷാ ക്രമീകരണം ഒന്നും ഇല്ലാതെയാണ്. ഒരു ഗ്ലൗസോ കയ്യിലൊക്കെ ചെരുപ്പാണെങ്കിൽ ചുമ്മാ വള്ളിച്ചെരുപ്പും മറ്റൊക്കെ പണി സ്ഥലത്തൊക്കെ ആൾക്കാരൊക്കെ ഗംബൂട്ടും പാൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് എല്ലാം ചെയ്യണോടത്ത് ഇവർക്കൊക്കെ ചുമ്മാ കാലേ കണ്ടോ. ആ ചേച്ചിയുടെയൊക്കെ കാലയിലുള്ള ചെരുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കാട്ടിക്കട ഒക്കെ പണിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കണം. അപ്പം ഉണ്ടോ അതൊക്കെ തന്നെ ആ ചെരുപ്പൊക്കെ ഈ ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കുറ്റിയോ കാലോ തുളച്ചോ ഒരു ഇതിലോ ഈ ചെരുപ്പൊക്കെ ഒന്ന് മാറ്റണം അവിടെ ചേച്ചി. ഇവരോടൊക്കെ പറഞ്ഞ് നമുക്ക് നിങ്ങളുടെ വല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചടെ കവർ ചെയ്തുള്ള ചെരുപ്പുകളൊക്കെ. അപ്പോൾ ഇപ്പോൾ പറമ്പിക്കടയൊക്കെ ഇപ്പോൾ ഈ കാടിനകത്തോടെയൊക്കെ ചെന്ന് കഴിയുമ്പോഴേ കണ്ട ഇഴജന്തുക്കളും പിന്നെ ഈ കുറ്റിയും കുപ്പിച്ചില്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെയല്ലേ ഇരിപ്പാണ്.
ഇത് ചേച്ചി കുത്തിയ കുഴിയായിരിക്കും അല്ലേ? അപ്പൊ ഇത് ഒരു കുഴിക്ക് ഒരാള് ഹെൽപ്പറുണ്ട്. അപ്പൊ നമ്മള് ബാക്കിയുള്ള ഇതിനെ അവിടെയുള്ള തെളിച്ചു കൊടുക്കും. ഇതിനകത്ത് എന്ന് വെച്ചാൽ ഒരു 5 കിലോമീറ്ററോളം ചുറ്റളവ് തൊട്ട് വന്നേക്കുന്ന ആൾക്കാരാ. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പൊ പെരിയപ്പുറം എന്ന് ഞാൻ പറഞ്ഞേക്കണത്, പെരിയപ്പുറം എവിടെയാന്ന് ചിലപ്പോൾ നമുക്ക് പുറത്തുനിന്നുള്ളവർക്ക് അറിയത്തില്ല. ഇപ്പൊ ഈ സ്ഥലമായിട്ട് തന്നെ പെരിയപ്പുറം ഒരു 4 കിലോമീറ്ററോളം വ്യത്യാസമുണ്ട്. അപ്പൊ ഇതിനകത്ത് പകുതി ആൾക്കാർ ഇപ്പം പെരിയപ്പുറത്ത് നിന്ന് വന്നതെന്ന് പറഞ്ഞു. അപ്പൊ അത്രയും അകലേന്ന് ഇവിടെ വന്നു. എന്നിട്ട് ഇനി ഫോട്ടോ എടുക്കുന്ന സ്ഥലം വേറെ ഒരു പോയിന്റാണ്. അവിടെ പോയി അവർ ഫോട്ടോ എടുത്ത് വീണ്ടും തിരിച്ച് ഇവിടെ വന്ന് വീണ്ടും വൈകുന്നേരം അവിടെ പോയി ഫോട്ടോ എടുത്ത്. അപ്പോൾ ഇതൊക്കെ ആ ഫോട്ടോ എടുക്കൊക്കെ മാറ്റി പറമ്പിൽ ഇപ്പോൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു വന്നാലും റിപ്പീറ്റ് ചെയ്യണാണേലും ആ പറമ്പിൽ തന്നെ ഇവർ പണിയണ സ്ഥലത്ത് തന്നെ ആ പറമ്പിൽ പണിയണ ആരൊക്കെയാണ് അവരെല്ലാവരും കൂടെ അവിടെ നിന്നെടുക്കുക, അടുത്ത പറമ്പിൽ പണിയണവർ അവിടെ നിന്നെടുക്കുക. അങ്ങനെയാണെങ്കിൽ ഒത്തിരി എളുപ്പമുണ്ട്. അവർക്ക് അങ്ങനെ പറ്റണതൊക്കെ ചെയ്തു കൊടുക്കുക. ഇപ്പോൾ ഇവർ പറഞ്ഞു എനിക്കറിയില്ല അതിൻ്റെ അധികാരികൾ അതിനെന്താ കുഴപ്പം. അപ്പോൾ അതിൻ്റെ അധികാരികൾ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്നുള്ളവർ അതൊക്കെ നിയമങ്ങൾ മാറ്റി അവർക്ക് പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുക. ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ ആൾക്കാർ, ഇവിടെയൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ആകെയായിട്ട് ഇപ്പോൾ ഉള്ള 1-2 ആൺപരിയിലുള്ള ഒരു കൂട്ടുകാരനാ നമ്മുടെ കുഞ്ഞേട്ടനൊക്കെ നേരത്തെ ദേവാദ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്തോണ്ടിരുന്ന ആളാ. ഇപ്പോഴും ഈ പ്രായത്തിൽ കണ്ടില്ലേ കുഴി എന്ന് പറഞ്ഞാൽ ഇത് നല്ല വെട്ടുകല്ല് പട്ടിയാ. ആ ഒരു കുഞ്ഞേട്ടന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 7 വയസ്സായി. അങ്ങനെയുള്ള എല്ലാം നമ്മുടെ 70 അങ്ങോട്ടുള്ള ആൾക്കാരാട്ടോ. 65-ന് മുകളിലോട്ടുള്ള ആൾക്കാരാണ് നമ്മളിപ്പോ ഈ കാണാക്കണ മുഴുവൻ. അപ്പൊ അവര് ചെയ്യണ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇത് 25-കാരുടെ പണിയാണ് അവർ ചെയ്യണത്. ആണുങ്ങള് കുറെ പേരൊക്കെ ഇപ്പൊ ഇതിനകത്ത് കുറെ പേര് അറിയാലോ. ഇപ്പൊ നമ്മളിപ്പം കൂടുതൽ വേറെ ജോലികൾക്ക് പോകുമായിരിക്കും. പിന്നെ കുറെ പേര് ചുമ്മാ ആയിരിക്കും. ഇപ്പൊ ഇവരൊക്കെ ഇപ്പൊ അതിനകത്തൊക്കെ ഇത് കണ്ടല്ലോ നല്ല മിടുക്കനായിട്ടുള്ള ആണൊക്കെയാണ് ഇങ്ങനെ വന്ന് പണിയണത്. ഇങ്ങോട്ടൊക്കെ ചേച്ചിമാരെ ഇങ്ങോട്ടൊക്കെ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്. എല്ലാവരും അവരുടെ പണി ഇതേ കുഴി കണ്ടില്ലേ, നല്ല ഇതൊക്കെ നല്ല ഇപ്പൊ തീർന്നുകൊണ്ടിരിക്കണ കുഴിയാണ്.